കരുണ, നീ ചെന്ന് അവളില്ലെന്ന് നോക്ക്. ശരി ടീച്ചർ. നിങ്ങളുടെ ഭാര്യ ഇവിടെ അല്ലേ? അവള് പിന്നെ എവിടെ പോവാനാ? ഒന്ന് വിളിക്ക്, ടീച്ചർക്ക് കാണാനാ. ഈ വീട്ടിലൊരാളെ കാണാൻ വന്നതാണെങ്കിൽ കേറിയിരുന്ന് സംസാരിക്കുന്നതാ മര്യാദ. കോവിലകത്ത് കുഞ്ചിയമ്മ ഈ വീടിനകത്ത് കയറുമെന്ന് തോന്നുന്നുണ്ടോ? കാലം കുറെ കഴിഞ്ഞാ പിന്നെ എന്നാ വൈരാഗ്യവാ. നല്ല തറവാട്ടി പറക്കാത്തോണ്ടാ അങ്ങനെ തോന്നുന്നേ. കോവിലകത്തിന് ഒരാളോട് ശത്രുത തോന്നിയാൽ അത് മരണം വരെയാ. തൽക്കാലം ശത്രുത തീർക്കാൻ വേണ്ടി മരിക്കാൻ പറ്റുമോ? കരുണ, കാശെടുക്കടാ. കോവിലകത്ത് തറവാട്ടിലേക്ക് നീ എന്തോ സൗജന്യം ചെയ്തെന്ന് കേട്ടു. ദാ പണം. എനിക്ക് വേണ്ട. അത് ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി ചെലവാക്കിയതാ. ആരുടെ പിള്ളേർ? എൻ്റെ മക്കൾക്ക് അന്യമതത്തിൽ നിന്നൊരു ബന്ധുവില്ല. ബന്ധമുണ്ടാക്കാനൊട്ട് ആരും ശ്രമിക്കുകയും വേണ്ട. ഒളിഞ്ഞും മറഞ്ഞു നിന്ന് എന്റെ പിള്ളേരെ വഷളാക്കുന്ന നീ ഒരുത്തിയാ. ചേച്ചി അങ്ങനെ പറയരുത്. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കുരുത്തക്കേടുകളൊക്കെ ചേച്ചിയുടെ മക്കളുടെ കയ്യിലുണ്ട്. അതിനവർക്ക് പുറത്തുള്ളവരുടെ സഹായം ഒന്നും ആവശ്യമില്ല. കയറി വന്ന ഭാഗ്യദേവത കാലുകൊണ്ട് തട്ടാതെ കാശ് വാങ്ങിച്ചോ. ഇനി മേലാൽ എന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടാനോ അവരെ ഇവിടെ കൊണ്ടുവന്ന് സൽക്കരിക്കാനോ പാടില്ല. ഞാൻ ചെയ്യും. അവരെന്റെ കൂടെ മക്കളാ. നിർത്തടി. അത് പറയാൻ ആരാ നീ? ഇറങ്ങിപ്പോയ അന്ന് നീ ചത്തൂന്ന് കരുതാൻ അച്ഛൻ പറഞ്ഞത്. അന്ന് തന്നെ പിണ്ടം വെക്കുകയും ചെയ്തു. കോവിലകം തറവാടിനെ സംബന്ധിച്ചിടത്തോളം നീ ചത്തു. ചെലവാക്കിയതിൽ കൂടുതലുണ്ട്. നഷ്ടം വരില്ല. വണ്ടി എടുക്കണു. പിന്നെ എന്റെ മക്കൾക്ക് അമ്മയായി ഞാനുണ്ട്. അവർക്ക് ആ സ്നേഹം മതി. ഇനി ഒരിക്കൽ കൂടി എന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടാലുണ്ടല്ലോ. മേരി, വിഷമിക്കാതെ. നിങ്ങൾ ഒറ്റ ഒരുത്തന ഇതിനൊക്കെ കാരണം. ഞാനോ? ആദ്യം കണ്ടപ്പോ തന്നെ നിങ്ങൾ ക്രിസ്ത്യാനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമായിരുന്നോ മനുഷ്യ? അത് ശരി. ഇപ്പൊ എനിക്കായോ കുരിശ്?